ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 3 ചാപ്റ്ററുകളായ കുപ്പായം, ബഷീർ എന്ന വലിയ ഒന്ന്, നനയാത്ത മഴ, ഈ 3 ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ കുപ്പായം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എൻ്റെ കുപ്പായൊന്നും നന്നല്ലമ്മേ, കല്യാണത്തിന് വരുന്ന കുട്ടികൾ കണ്ട പരിഹസിക്കില്ലേ? വലിയൊരു ഉത്തരവാദിത്തം രാമൻകുട്ടി നായർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അമ്മ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ? പാഠസന്ദർഭം വിശകലനം ചെയ്ത് കുട്ടിയുടെ മാനസികാവസ്ഥ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ ആൻസർ നോക്കാം. കല്യാണത്തിന് പോകാൻ നല്ല ഒരു ഉടുപ്പ് ഇല്ലാത്തതിൻ്റെ സങ്കടമാണ് കുട്ടിക്ക്. എല്ലാവരും നല്ല വസ്ത്രം ഇട്ടു വരുമ്പോൾ പഴയ ഉടുപ്പും ഇട്ടുപോയാൽ കല്യാണത്തിന് വരുന്ന മറ്റു കുട്ടികൾ കളിയാക്കുമെന്ന ആശങ്കയും അവനുണ്ട്. കല്യാണ വീട്ടിൽ പനിനീര് തളിക്കാൻ രാമൻകുട്ടി നായർ ഏർപ്പെടുത്തിയപ്പോൾ കുട്ടിക്ക് അഭിമാനം തോന്നുന്നു. വലിയ ഒരു ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചതും താൻ അത് ചെയ്യുന്നത് അമ്മ കാണണമെന്ന ആഗ്രഹവും അവനുണ്ട്. അമ്മ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ എന്ന അവൻ്റെ ചിന്തയിൽ ഈ ആഗ്രഹമാണ് നിഴലിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസ്സിൽ ഷർട്ടിടാത്ത കുട്ടികളും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സര ബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല. എനിക്ക് 3 ഷർട്ടും 2 ട്രൗസറുമാണ് ഉള്ളത്. ഇതെല്ലാം വില കുറഞ്ഞ തുണി കൊണ്ട് തുന്നിച്ചതാണ്. വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഷർട്ടും ട്രൗസറും ഇത്ര നല്ലതാണെങ്കിൽ അവൻ്റെ പെട്ടിയിൽ ഇനി എന്തൊക്കെയുണ്ടാവും എന്നായിരുന്നു എൻ്റെ ചിന്ത. സൂചനകളിൽ നിന്നും അക്കാലത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് ലഭിക്കുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ ആൻസർ: സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരും ഇടത്തരക്കാരും സാധാരണക്കാരിൽ സാധാരണക്കാരും നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തെളിയുന്നത്. വീട്ടിൽ പോലും നല്ല ഷർട്ടും നിക്കറും ഇട്ടു നടക്കാൻ കഴിയുന്ന സമ്പന്നരായ ആളുകൾ അന്നുണ്ടായിരുന്നു. കുപ്പായത്തിലെ കുട്ടിയെപ്പോലെ അത്യാവശ്യം 2-3 ഷർട്ടും നിക്കറും ഉള്ളവരുമുണ്ട്. അവർക്കൊക്കെ വസ്ത്രം ആർഭാടമല്ല, ആവശ്യത്തിനു മാത്രമാണ്. എന്നാൽ ഒരു ഷർട്ട് പോലും ഇല്ലാത്ത കുട്ടികളുമുണ്ട്. ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണിവർ. സാമ്പത്തികമായ അസമത്വം നിലനിന്ന ഒരു സമൂഹത്തിൻ്റെ സൂചനകളാണ് ഇവിടെയുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: രാമൻകുട്ടി നായർ പറഞ്ഞ സ്ഥലത്തു നിന്നും വരൻ്റെ സംഘം കയറുമ്പോൾ ഞാൻ കൃത്യമായി പനിനീര് തളിച്ചു. വിരുന്നു വന്ന കുട്ടികൾ എന്നെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. കുപ്പായം എന്ന ഓർമ്മക്കുറിപ്പ് നൽകുന്ന വായനാനുഭവം ഉൾപ്പെടുത്തി സുഹൃത്തിന് അയക്കാനുള്ള കത്ത് തയ്യാറാക്കുക. കത്തെഴുതേണ്ട ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാലോ. റൈറ്റ് സൈഡിൽ സ്ഥലം, തീയതി എഴുതാം. അതിനുശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരുടെ പേര് എഴുതിയാലും മതി. എന്നിട്ട് എഴുതാം: നിനക്ക് സുഖം തന്നെയല്ലേ, നിന്റെ പഠനമൊക്കെ നന്നായി നടക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം മലയാളം പാഠപുസ്തകത്തിലെ MT വാസുദേവൻ നായരുടെ ഓർമ്മക്കുറിപ്പാണ് ഞാൻ പഠിച്ചത്. കുപ്പായം എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. MT വാസുദേവൻ നായരുടെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണിത്. കല്യാണത്തിന് പോകാൻ നല്ലൊരുടുപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നതും അത് കിട്ടാത്തതിൻ്റെ സങ്കടവും, അച്ഛൻ്റെ പെട്ടിയിൽ നിന്നും കിട്ടിയ വരയൻ തുണി കൊണ്ട് ഷർട്ട് തയ്പ്പിക്കുന്നതും കല്യാണത്തിന് പോകുന്നതുമെല്ലാം ഓർമ്മക്കുറിപ്പിൽ ഉണ്ട്. വരൻ്റെ സംഘം വരുമ്പോൾ പനിനീര് തളിക്കാൻ നിർത്തിയതും MT എഴുതുന്നുണ്ട്. അഭിമാനവും ആത്മവിശ്വാസവും തനിക്ക് പകർന്നു തന്ന ആ നിമിഷങ്ങൾ MT ഓർക്കുകയാണിവിടെ. കുട്ടിക്കാലത്തിൻ്റെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും സന്തോഷങ്ങളും ഒട്ടേറെ ജീവിത പാഠങ്ങളുമെല്ലാം നിറഞ്ഞതാണ് ഈ ഓർമ്മക്കുറിപ്പ്. നല്ലൊരു വായനാനുഭവമാണ് ഈ പാഠഭാഗം പകർന്നു തന്നത്. നീ ഇത് തീർച്ചയായും വായിക്കണം. നിന്റെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ പേരെഴുതാം. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി എഴുതുക. കല്യാണത്തിൻ്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിൻ്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. ഇവിടെ ഒരൊറ്റ വാക്യമായിട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇത് നമുക്ക് 2 വാക്യമായിട്ട് എഴുതണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതും? കല്യാണ തീയതി അടുത്തടുത്ത് വന്നു. അതോടെ പുതിയ കുപ്പായത്തിൻ്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അതായത് ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് അവസാനിപ്പിക്കാൻ തുടങ്ങിയ ഒരു വാക്യം കംപ്ലീറ്റ് ആവും. അതിനുശേഷം അടുത്തത് തുടങ്ങുക. അപ്പോൾ 2ാമത്തെ വാക്യമാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനുഭവങ്ങളുടെ തീവ്രതയും സാമൂഹിക ജീവിതത്തിൻ്റെ സവിശേഷതകളുമാണ് ഓർമ്മക്കുറിപ്പിനെ ഹൃദയസ്പർശിയാക്കുന്നത്. ഈ നിരീക്ഷണം കുപ്പായം എന്ന പാഠഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട്? നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. ഇതിൻ്റെ ആൻസർ നോക്കാം. വില കുറഞ്ഞ തുണി കൊണ്ട് തുന്നിയ പഴയ 3 ഷർട്ടും 2 ട്രൗസറുമാണ് വാസുവിനുള്ളത്. പുതിയൊരു ഉടുപ്പ് കിട്ടാൻ വേണ്ടി വാസു അതിയായി ആഗ്രഹിച്ചു. ഒടുവിൽ അച്ഛൻ്റെ പെട്ടിയിൽ നിന്ന് കിട്ടിയ ഒരു വരയൻ തുണി കൊണ്ട് അവനൊരു കുപ്പായം തയ്പ്പിച്ചു. ആ കുപ്പായം ഇട്ടപ്പോൾ ഉണ്ടായ സന്തോഷവും ആത്മവിശ്വാസവും പറഞ്ഞറിയിക്കാനാകാത്തതായിരുന്നു. കുട്ടിക്കാലത്തെ മറക്കാനാകാത്ത ഈ അനുഭവമാണ് കുപ്പായം എന്ന ഓർമ്മക്കുറിപ്പിലുള്ളത്. അതുപോലെ
പഴയ കാലത്തിലെ ചില നാട്ടുകാഴ്ചകളിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കുമെല്ലാം ഈ അനുഭവ വിവരണം വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മാസത്തിലൊരിക്കൽ തുണിക്കെട്ടും തലയിലേറ്റി പുഴയ്ക്കക്കരെ നിന്ന് നെയ്ത്തൻ വരുന്നത്, കാളകളെ ഉപയോഗിച്ച് വെള്ളം തേകുന്നതിൻ്റെ കാഴ്ചകൾ, വിശാലമായ പുരയിടങ്ങൾ, പഴയകാലത്തെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ, ആളുകൾ തമ്മിലുള്ള അടുപ്പം, ഇങ്ങനെ സാമൂഹിക ജീവിതത്തിൻ്റെ ഒട്ടേറെ സവിശേഷതകളും ഈ അനുഭവക്കുറിപ്പിനെ മനോഹരമാക്കുന്നു. കല്യാണത്തിൻ്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിൻ്റെ കാര്യം എന്നെ അലട്ടാൻ തുടങ്ങി. രാവിലെ നേരത്തെ കുളിച്ച് ഞാൻ തയ്യാറായി. പുതിയ ഷർട്ടിട്ടപ്പോൾ എനിക്ക് പരിഭ്രമമൊന്നും തോന്നിയില്ല. കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ കുപ്പായത്തിനുള്ള സ്ഥാനം എന്തായിരുന്നു? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ ആൻസർ നോക്കാം. കല്യാണത്തിന് പോകാൻ നല്ല ഉടുപ്പില്ല എന്ന പ്രശ്നം വാസുവിനെ അലട്ടിയിരുന്നു. വാസുവിന് 3 ഷർട്ടും 2 ട്രൗസറുമാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ വില കുറഞ്ഞ തുണി കൊണ്ട് തയ്ച്ചതാണ്. ആ പഴയ ഷർട്ടിട്ട് കല്യാണത്തിന് പോവുക എന്നത് വാസുവിനെ വിഷമിപ്പിച്ചു. കല്യാണ തീയതി അടുത്തടുത്ത് വന്നതോടെ പ്രശ്നം രൂക്ഷമായി. ഒടുവിൽ അച്ഛൻ കൊണ്ടുവന്ന പെട്ടികളിൽ നിന്ന് ഒരു വരയൻ തുണി സംഘടിപ്പിച്ച് ഷർട്ട് തയ്ക്കുന്നു. ഷർട്ട് നന്നായി എന്ന് പലരും അഭിപ്രായപ്പെട്ടതോടെ വാസുവിന് സമാധാനമായി. നല്ല കുപ്പായമില്ല എന്ന സങ്കടവും മാറി. തൻ്റെ വരയൻ കുപ്പായം നല്ലതാണ് എന്ന ആ ആത്മവിശ്വാസമാണ് രാവിലെ നേരത്തെ തന്നെ കുളിച്ച് കല്യാണത്തിന് പോകാൻ വാസുവിനെ പ്രേരിപ്പിച്ചത്. വാസുവിന് ആത്മവിശ്വാസം നൽകിയത് ആ വരയൻ കുപ്പായം ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മത്സര ബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല. കല്യാണത്തിന് പോകുമ്പോൾ നല്ല കുപ്പായവും ട്രൗസറും വേണ്ടേ? അതായിരുന്നു എൻ്റെ മനസ്സിൽ. MTയുടെ അനുഭവക്കുറിപ്പിലെ ഒരു കഥാപാത്രമായി മാറുകയാണ് കുപ്പായം. പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവനയോടുള്ള പ്രതികരണം വ്യക്തമാക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. MT തൻ്റെ അനുഭവക്കുറിപ്പിന് പേരിട്ടിരിക്കുന്നത് കുപ്പായം എന്നാണ്. കുപ്പായമാണ് ഈ അനുഭവക്കുറിപ്പിലെ പ്രധാന വിഷയം. 3 ഷർട്ടും 2 ട്രൗസറും തനിക്കുണ്ടായിരുന്നു. അതുപോലും ഇല്ലാത്തവർ ക്ലാസ്സിലുണ്ട് എന്ന് MT ഓർക്കുന്നു. മത്സര ബുദ്ധിയോടെ ആർഭാടത്തോടെ കാണേണ്ട ഒന്നല്ല കുപ്പായം എന്ന ധ്വനി ഈ വാക്കിലുണ്ട്. പക്ഷേ കല്യാണം പോലുള്ള ആഘോഷങ്ങളിൽ നല്ല കുപ്പായവും ട്രൗസറും വേണം. ആ ഒരു ആഗ്രഹമാണ് പുതിയ കുപ്പായത്തെക്കുറിച്ച് വാസുവിനെ ചിന്തിപ്പിക്കുന്നത്. ഒടുവിൽ ഒരു വരയൻ തുണി കൊണ്ട് പുതിയ കുപ്പായം തയ്പ്പിച്ചിട്ട് കല്യാണത്തിന് പോയതും എല്ലാവരും തന്നെ അസൂയയോടെ നോക്കുന്നതും വാസു ഓർക്കുന്നു. ആ വരയൻ കുപ്പായം അവന് അഭിമാനവും ആത്മവിശ്വാസവും പകർന്നു നൽകി. ഇങ്ങനെ അനുഭവക്കുറിപ്പിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായി കുപ്പായം മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എടാ, ആ ഷർട്ട് മാറ്റിയിട്, നിലത്തത് മതിയല്ലോ മടക്കത്തിന്. ഞാനത് കേട്ട ഭാവം നടിച്ചില്ല. കേട്ട ഭാവം നടിക്കാതിരിക്കാൻ രചയിതാവിന് പ്രേരകമായത് എന്തൊക്കെയാവാം? 2 വാക്യത്തിൽ ഉത്തരം എഴുതുക. ഇതിൻ്റെ ആൻസർ നോക്കാം. കല്യാണത്തിന് പോകാൻ നല്ല ഉടുപ്പില്ലാതിരിക്കുമ്പോഴാണ് അച്ഛൻ കൊണ്ടുവന്ന പെട്ടിയിൽ നിന്നും ഒരു വരയൻ തുണി കിട്ടുകയും അതുകൊണ്ട് ഷർട്ട് തയ്ക്കുകയും ചെയ്തത്. ഷർട്ട് നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. വാസുവിന് അഭിമാനവും ആത്മവിശ്വാസവും സന്തോഷവും നൽകിയ കുപ്പായമാണത്. അതിട്ടിട്ട് അവന് കൊതി തീർന്നിട്ടും ഉണ്ടായിരുന്നില്ല. ചാപ്റ്റർ ബഷീർ എന്ന വലിയ ഒന്ന്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുഴിയാനയിലാടിൽ അണ്ടകോടിയിൽ സ്നേഹപ്പൊരുൾ തേടിന കയ്യാൽ. ഈ വരികളിൽ സൂചിപ്പിക്കുന്ന ബഷീർ കൃതികൾ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഡ്യൂപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്. മതിലുകൾ, ഡ്യൂപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ. ഡ്യൂപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു, ശബ്ദങ്ങൾ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഒന്നാമത്തെയാണ്, ഡ്യൂപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മിടുക്കത്തിയൻ മെയ്യിൽ തളിച്ചോളട്ടെ തീർത്ഥം. ഈ വരികളിലെ പ്രയോഗഭംഗി വ്യക്തമാക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കൊച്ചുമകളെ മടിയിലിരുത്തി ഓമനിക്കുകയാണ് ബഷീർ. ഇത് കണ്ട വിഷ്ണുനാരായണൻ നമ്പൂതിരി കുട്ടി മുണ്ടിൽ അഴുക്കാക്കും, അതായത് മൂത്രം ഒഴിക്കുമെന്ന് പറയുന്നു. അവൾ എൻ്റെ മടിയിൽ തീർത്ഥം തളിച്ചോട്ടെ എന്നാണ് ഇതിന് മറുപടിയായി ബഷീർ പറയുന്നത്. കുഞ്ഞു മൂത്രമൊഴിക്കുന്നതിനെ തീർത്ഥം തളിക്കൽ എന്നാണ് ബഷീർ വിശേഷിപ്പിക്കുന്നത്. ബഷീറിൻ്റെ നർമ്മബോധം വെളിപ്പെടുത്തുകയാണ് ഈ ഒരു പ്രയോഗത്തിലൂടെ. അടുത്ത ക്വസ്റ്റ്യൻ. ബഷീർ എന്ന ബല്യ ഒന്ന് എന്ന കവിതയിലെ ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് കൃതിയുടെ സൂചനയാണ്? ഓപ്ഷൻ തന്നിരിക്കുന്നത് മതിലുകൾ, ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, പൂവമ്പഴം. ഇതിൻ്റെ ആൻസർ വരുന്നത് ബാല്യകാലസഖി. അടുത്ത ക്വസ്റ്റ്യൻ.
ഉണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതായിട്ടൊന്നുളവാകും. ഈ വരികളിലൂടെ കവി മുന്നോട്ട് വയ്ക്കുന്ന ആശയം വ്യക്തമാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഉണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതായിട്ടൊന്നുളവാകും. താങ്കളോരുമി യദ്വൈതത്താൽ. അദ്വൈതത്തെക്കുറിച്ച് ബഷീറിനുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കാൻ കവി നൽകുന്ന ഉദാഹരണങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഒന്നും ചേർന്നാൽ എല്ലാവർക്കും രണ്ടാണ്. എന്നാൽ ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്നാണ് ബഷീറിന്. അതുപോലെ ഒരു സത്യവും മറ്റൊരു സത്യവും ചേർന്നാൽ വലിയൊരു സത്യമാണ് ഉണ്ടാവുക എന്നാണ് ബഷീർ വിശ്വസിച്ചത്. പ്രകൃതിയിലുള്ള എല്ലാ ഇമ്മിണി വലിയ ഒരു ഒന്നിന്റെ ഭാഗമാണെന്ന മഹത്തായ ദർശനമാണ് ബഷീറിന് ഉണ്ടായിരുന്നത്. എല്ലാം ഒന്നാണ് എന്ന അദ്വൈത ദർശനമാണത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താങ്കളൻ കിടാവിനെ എടുത്തു മടിയിൽ ചേർത്തിരുത്തി വികൃതികൾ ഉരച്ചും കളിച്ചിരിയുതിർത്തും രണ്ടാം ബാല്യം ഇമ്പമായി നുണച്ചിരിക്കുമ്പോൾ. രണ്ടാം ബാല്യം എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ വ്യക്തമാക്കുക. ഇതിന്റെ ആൻസർ, 6ഉം 60ഉം ഒരുപോലെ എന്ന ചൊല്ലിനെ അർത്ഥവത്താക്കുന്നതാണ് രണ്ടാം ബാല്യം എന്ന പ്രയോഗം. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടികളുടേതുപോലെ നിഷ്കളങ്കമായ ഭാവത്തിലേക്ക് മാറും എന്നതിനുദാഹരണമായാണ് വികൃതികൾ കാട്ടിയും കളിച്ചും ചിരിച്ചും കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കുന്ന ബഷീറിനെ കവി അവതരിപ്പിക്കുന്നത്. വാർദ്ധക്യം എന്ന രണ്ടാം ബാല്യം ആഘോഷിക്കുകയാണ് ബഷീർ. അടുത്ത ക്വസ്റ്റ്യൻ, കുഴിയാനയിലാടിൽ അണ്ടകോടിയിൽ സ്നേഹപ്പൊരുൾ തേടിന കയ്യാൽ. എനിക്ക് പ്രപഞ്ചങ്ങളെയെല്ലാം സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ തോന്നുന്നുണ്ട്. മുകളിൽ നൽകിയ സൂചനകളിൽ തെളിയുന്ന ബഷീറിന്റെ ജീവിത കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ് എന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന കഥയാണ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ. എനിക്ക് പ്രപഞ്ചങ്ങളെയെല്ലാം സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നാണ് ബഷീർ ഈ കൃതിയിൽ പറയുന്നത്. കുഴിയാനയും ആടും തേന്മാവും ഒക്കെ ബഷീർ കൃതികളിൽ പ്രധാന കഥാപാത്രമായി മാറുന്നു. ഡുപ്പൂപ്പക്കൊരാന ഉണ്ടായിരുന്നു എന്ന കൃതിയിലാണ് കുഴിയാനയുള്ളത്. പാത്തുമ്മയുടെ ആടിലെ പ്രധാന കഥാപാത്രമാണ് ആട്. ഭൂമിയുടെ അവകാശികൾ, തേന്മാവ് തുടങ്ങിയ ബഷീർ കഥകൾ പ്രകൃതി സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. കൂമനെയും പാമ്പിനെയും പുള്ളിനെയും കടവാവലിനെയും ഭൂമിയുടെ മറ്റവകാശികളെയും അദ്ദേഹത്തിന്റെ രചനകളിൽ കാണാം. പുല്ലിനും പുഴുവിലും കുഴിയാനയ്ക്കും ആടിനും പാമ്പിനും അണ്ണാനുമെല്ലാം ഭൂമിയിൽ അവകാശമുണ്ട് എന്ന് ബഷീർ വാദിച്ചു. പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും സ്നേഹത്തിന്റെ പൊരുൾ തേടുന്നു അദ്ദേഹം. ദാഹിച്ചു നിൽക്കുന്ന ഒരു ചെടിക്ക് വെള്ളം കൊടുക്കുന്നത് പ്രാർത്ഥനയാകുന്നു. പ്രാർത്ഥനയാണ് ജീവിതം എന്നാണ് അദ്ദേഹത്തിന്റെ ദർശനം. തൊട്ടു മുൻപത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെയാണ്. ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നോക്കാം. പൈതൽ മുണ്ടിന്മേൽ അഴുക്കാക്കാം കരുതിയിരിക്കുക, മിടുക്കത്തിയൻ മെയ്യിൽ തളിച്ചോളട്ടെ തീർത്ഥം. വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ആശങ്കയും ബഷീറിന്റെ മറുപടിയും താരതമ്യം ചെയ്യുക. കവിതയിൽ തെളിയുന്ന ബഷീറിന്റെ മറ്റ് സവിശേഷതകളും പരിഗണിക്കണം. ഇതിൻ്റെ ആൻസർ നോക്കാം. വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ കൊച്ചുമകളെ മടിയിലിരുത്തി കളിച്ചിരിയും കുസൃതികളുമായിരിക്കുകയാണ് ബഷീർ. ഇത് കണ്ട വിഷ്ണുനാരായണ നമ്പൂതിരി കുട്ടി മുണ്ടിൽ അഴുക്കാക്കും കരുതിയിരിക്കുക എന്ന് പറയുന്നു. എന്നാൽ അതിന് സരസമായ സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി പറയുകയാണ് ബഷീർ. അവൾ എൻ്റെ മടിയിൽ തീർത്ഥം തളിച്ചോട്ടെ എന്നാണ് ബഷീർ പറഞ്ഞത്. എന്തിനേയും സ്നേഹത്തോടെ മാത്രം കാണുന്ന കണ്ണാണ് ബഷീറിൻ്റേത്. കുട്ടിയുടെ കളിയും ചിരിയും ആസ്വദിക്കുകയാണ് ബഷീർ. പുഴയും ചേർന്നാൽ വലിയ കടലാകുന്നത് പോലെ ആനന്ദം നിറഞ്ഞ 2 മനസ്സുകൾ ചേർന്നാൽ ആനന്ദ കടലാകുമെന്ന് വിശ്വസിക്കുകയും ആ ദർശനം തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരനാണ് ബഷീർ. സത്യം സത്യത്തോട് ചേർന്നാൽ വലിയ സത്യമായി മാറും എന്ന ചിന്തയാണ് ബഷീറിൻ്റേത്. കുട്ടിയുടെയും ബഷീറിൻ്റെയും നിഷ്കളങ്ക ഭാവം കൂടിച്ചേർന്ന് ഒന്നാവുകയാണിവിടെ. ഒന്നും ചേർന്നാൽ രണ്ടല്ല ഇമ്മിണി വലിയൊന്നാണ് എന്ന് മജീദിനെ കൊണ്ട് പറയിച്ച കഥാകാരനാണ് ബഷീർ. ഈ സ്നേഹദർശനമാണ്, മാനവികതയാണ് ബഷീറിൻ്റെ മറുപടിയിലുള്ളത്. ഇനി അടുത്തത് നനയാത്ത മഴ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത്. പവിഴമല്ലിപ്പൂക്കൾ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? ഓപ്ഷൻ തന്നിരിക്കുന്നത് പവിഴവും മല്ലിയും പൂക്കളും. രണ്ടാമത്തെ ഓപ്ഷൻ പവിഴമല്ലിയുടെ പൂക്കൾ. മൂന്നാമത്തേത് പവിഴത്തിൻ്റെ മല്ലിപ്പൂക്കൾ. നാലാമത്തേത് പവിഴമാകുന്ന മല്ലിപ്പൂക്കൾ. ഇതിൻ്റെ ആൻസർ വരുന്നത് പവിഴമല്ലിയുടെ പൂക്കൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അമ്മയുടെ സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെല്ലാം ചേർന്ന് അസുഖക്കാരിയായ എനിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു. കാട്ടുമൃഗങ്ങൾ വിളവ് നശിപ്പിക്കാതിരിക്കാൻ കർഷകൻ കൃഷിഭൂമിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു. അടിവരയിട്ട പ്രയോഗത്തിന്
രണ്ട് സന്ദർഭങ്ങളിലുമുള്ള അർത്ഥമെന്ത് കണ്ടെത്തി എഴുതുക. ഇവിടെ അടിവരയിട്ട പദം എന്ന് പറയുന്നത് വേലി കെട്ടിയിരുന്നു എന്നാണ്. ഒന്നാമത്തെ വാക്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് വേലി കെട്ടിയിരിക്കുന്നു എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ വിളവിൻ്റെ സംരക്ഷണത്തിനായി പറമ്പിന് ചുറ്റും വേലി കെട്ടുക എന്നർത്ഥമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എനിക്ക് കുട്ടിക്കാലം ഈ വയസ്സാങ്കാലത്താണല്ലോ എന്നെനിക്കു തന്നെ ചിരി വരുന്നു, ഉപ്പു ചുവയ്ക്കുന്ന ചിരി. ഉപ്പു ചുവയ്ക്കുന്ന ചിരി എന്ന പ്രയോഗം കഥാകാരിയുടെ ജീവിതത്തെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തെല്ലാം വിവരിക്കുക. ഇതിൻ്റെ ആൻസർ നോക്കാം. മഴയെ ഒരുപാട് സ്നേഹിക്കുന്ന എഴുത്തുകാരിയാണ് പ്രിയ എസ്. മഴയത്ത് നനയാനും കുളിക്കാനും കളിക്കാനും ഒക്കെ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അസുഖങ്ങൾ മൂലം മഴയെ തിണ്ണയിലിരുന്ന് കൈനീട്ടി തൊടാൻ മാത്രമേ എഴുത്തുകാരിക്ക് കഴിയുമായിരുന്നുള്ളൂ. ഇന്ന് മഴയിലിറങ്ങാനും മഴ അറിയാനും ഒക്കെ കഴിയുന്നു. കുട്ടിക്കാലത്ത് നഷ്ടമായ ആ നല്ല നാളുകൾ ഓർത്ത് ഇന്ന് കഥാകാരിക്ക് ദുഃഖമുണ്ട്. എല്ലാ കുട്ടികളെയും പോലെ അവർക്കൊപ്പം മഴയോടൊത്ത് കളിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം. അസുഖങ്ങൾ നിറഞ്ഞ ദുരിതങ്ങൾ നിറഞ്ഞ കുട്ടിക്കാലത്തിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് ഉപ്പു ചുവയ്ക്കുന്ന ചിരി എന്ന പ്രയോഗത്തിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത് എന്നാണ് എനിക്ക് തോന്നാറ്. അടിവരയിട്ട പ്രയോഗം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥതലം കണ്ടെത്തി എഴുതുക. ഇവിടെ അടിവരയിട്ടേക്കുന്നത് ഉയിരിലേക്കാണ്. ഇതിൻ്റെ ആൻസർ മരക്കൊമ്പിൽ നിന്ന് മഴത്തുള്ളികൾ വീഴുന്നത് കാണുമ്പോൾ പൂക്കൾ വീഴുന്നത് പോലെയാണ് എഴുത്തുകാരിക്ക് തോന്നുക. ചുമ്മാതെയുള്ള വേവലാതികളും കാര്യകാരണസഹിതമുള്ള വേവലുകളും കൊണ്ട് അശാന്തമാകാറുള്ള മനസ്സിന് ഈ കാഴ്ച നൽകുന്ന കുളിർമ വിവരണാതീതമാണ്. പ്രശാന്തമായ മനസ്സിൽ അപ്പോൾ സന്തോഷം തിരതല്ലും. അതുകൊണ്ടാണ് പവിഴമല്ലിപ്പൂക്കൾ പോലുള്ള മഴത്തുള്ളികൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത് എന്ന് എഴുത്തുകാരി പറയുന്നത്. മഴ തിരിച്ചു പോകുമ്പോൾ വേണ്ട, പോകണ്ട, ഇത്തിരി നേരം കൂടി കഴിഞ്ഞു പോയാൽ മതി എന്നൊരു സ്നേഹശാഠ്യം ഉള്ളിൽ നിറഞ്ഞ് ഞാൻ മഴയുടേതായി മാറുന്നു. മഴയുമായി സല്ലപിക്കുന്ന കുട്ടിയുടെ ചിന്തകളാണ് നനയാത്ത മഴ എന്ന ഓർമ്മക്കുറിപ്പിനെ ഹൃദയസ്പർശിയാക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ ആൻസർ നോക്കാം. വീടിന് മുമ്പിലുള്ള വീതിയുള്ള വരാന്തയിലിരുന്നാൽ ആകാശം കാണാം. കറുകറുത്ത മേഘങ്ങൾ ആകാശത്ത് നിറയുമ്പോൾ ഞാൻ നോക്കിയിരിക്കും. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ സന്തോഷം നിറയും. ഒരു ഇരമ്പൽ അടുത്തടുത്ത് വരും. ദാ വന്നു ആർത്തുലച്ചു കൊട്ടി മഴ. തുള്ളികൾ തുള്ളിത്തുള്ളി നിലത്ത്. നിലം തോടാകും. മഴവെള്ളം ഒഴുകി നടക്കും. തോടും കുളവും നിറയും. മരങ്ങൾ ആടിയുലഞ്ഞ് കുളിച്ച് മഴയിൽ രസിക്കും. ഞാനും ഇടയ്ക്കൊന്ന് മഴയിൽ ചാടി കളിക്കും. കടലാസ് വഞ്ചിയുണ്ടാക്കി മഴവെള്ളത്തിൽ ഒഴുക്കും. മഴ അപ്പോൾ തകർത്തു പെയ്തു വഞ്ചിയെ മുക്കും. വീണ്ടും വീണ്ടും വഞ്ചികളുണ്ടാക്കി മഴവെള്ളത്തിൽ ഒഴുക്കും. മഴ ഒന്ന് തോരുമ്പോൾ മുറ്റത്തും പറമ്പിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചാടിക്കളിക്കും. മരങ്ങളിലെ ഇലകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളം കുലുക്കി താഴെ വീഴിച്ച് ആകെ നനയും. അങ്ങനെ മഴ നനഞ്ഞു മഴയെ സ്നേഹിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമ്മ പറഞ്ഞു, എടാ ആ ഷർട്ട് മാറ്റിയിട്, നിലത്തത് മതിയല്ലോ മടക്കത്തിന്. ഞാനത് കേട്ട ഭാവം നടിച്ചില്ല. ഞാൻ എൻ്റെ വരയും കുപ്പായവും സദ്യയ്ക്കു ശേഷം കിട്ടിയ ചെറുനാരങ്ങയുമായി അമ്മയുടെ പിന്നാലെ നടന്നു. കുപ്പായം എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തു നിന്നുള്ളൊരു ഭാഗമാണ് തന്നിട്ടുള്ളത്. ഇനി അടുത്തത്, എനിക്ക് കുട്ടിക്കാലം ഈ വയസ്സാം കാലത്താണല്ലോ എന്ന് എനിക്ക് തന്നെ ചിരി വരുന്നു, ഉപ്പു ചുവയ്ക്കുന്ന ചിരി, നനയാത്ത മഴ. പാഠസന്ദർഭങ്ങളിൽ പ്രതിഫലിക്കുന്ന മാനസികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ ആൻസർ നോക്കാം. വർഷങ്ങൾക്കിപ്പുറവും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു അനുഭവം ആവിഷ്കരിക്കുകയാണ് കുപ്പായം എന്ന അനുഭവക്കുറിപ്പിൽ MT വാസുദേവൻ നായർ. പുതിയൊരു കുപ്പായത്തിനു വേണ്ടി അതിയായി ആഗ്രഹിച്ചതും അത് കിട്ടിയപ്പോൾ മനസ്സിലുണ്ടായ സന്തോഷവും അത് പകർന്നു നൽകിയ അഭിമാനവും ഈ ഓർമ്മക്കുറിപ്പിലുണ്ട്. മഴയെ അടുത്ത ബന്ധുവിനെ പോലെ സ്നേഹിച്ച പ്രിയ ASന് കുട്ടിക്കാലത്തൊരിക്കലും മഴ തൊട്ടറിയാനും അനുഭവിക്കാനും കഴിഞ്ഞിരുന്നില്ല. ഇന്ന് മഴയെ അടുത്തറിയാൻ കഴിയുന്നു. എങ്കിലും നഷ്ടപ്പെട്ടു പോയ മഴക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും അവരുടെ മനസ്സിൽ വിങ്ങുന്ന വേദന ഉണ്ടാകുന്നു. ഓർമ്മകൾ ഉപ്പു ചുവയ്ക്കുന്ന ചിരിയായി മാറുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് രണ്ടെഴുത്തുകാരും പങ്കുവയ്ക്കുന്നത്. ഈ 3 ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.